എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് കണ്ടു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോയിൽ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ആദ്യത്തെ സെൻറ്റൻസ്, നിനക്ക് പനിയുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ ഫീവർ? ഡു യു ഹാവ് എ ഫീവർ എന്ന് പറഞ്ഞാൽ നിനക്ക് പനിയുണ്ടോ എന്നാണ് മീനിങ്. ഉണ്ടോ എന്ന് ചോദിക്കാനാണ് ഇവിടെ ഹാവ് യൂസ് ചെയ്തത്. സോ ഡു യു ഹാവ് എ ഫീവർ എന്ന് പറഞ്ഞാൽ നിനക്ക് പനിയുണ്ടോ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നന്നായി പെരുമാറുക എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? ബിഹേവ് യുവർ സെൽഫ്. ബിഹേവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നന്നായി പെരുമാറുക എന്നാണ് മീനിങ്. ഇനി 2 നില വീടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയത്തില്ലേ മുകളിലെ നിലയിലേക്ക് പോകരുത്, അതെങ്ങനെ പറയും? ഡോണ്ട് ഗോ അപ്സ്റ്റേഴ്സ്. ഡോണ്ട് ഗോ അപ്സ്റ്റേഴ്സ്. അപ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ നില എന്നുള്ള മീനിങ് ആണ്. ഇനി താഴോട്ട് വരൂ എന്ന് പറയണമെങ്കിലോ കം ഡൗൺ സ്റ്റേഴ്സ്. കം ഡൗൺ സ്റ്റേഴ്സ്. ഡൗൺ സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ താഴത്തെ നിലയ്ക്കാണ് ഡൗൺ സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വെളിയിൽ പോകരുത്, മഴ പെയ്യുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? വെളിയിൽ പോകരുത് എന്ന് പറയാൻ ഡോണ്ട് ഗോ ഔട്ട്സൈഡ്. ഡോണ്ട് ഗോ ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ വെളിയിൽ. മഴ പെയ്യുകയാണ് എന്ന് പറയാൻ ഇറ്റ്സ് റെയിനിങ്. ഇറ്റ്സ് റെയിനിങ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുകയാണ് എന്നാണ് മീനിങ്. സോ ഡോണ്ട് ഗോ ഔട്ട്സൈഡ്, ഇറ്റ്സ് റെയിനിങ്. ഇനി നീ എന്താണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാത്തത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു നോട്ട് ആൻസറിങ്? വൈ ആർ യു നോട്ട് ആൻസറിങ് എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ടാണ് ഉത്തരം പറയാത്തത് എന്നാണ് മീനിങ്. വൈ ആർ യു നോട്ട് ആൻസറിങ്. ഇനി പതുക്കെ സംസാരിക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? സ്പീക്ക് സ്ലോലി. സ്പീക്ക് സ്ലോലി എന്ന് പറഞ്ഞാൽ പതിയെ സംസാരിക്കൂ എന്നാണ് മീനിങ്. സ്പീക്ക് സ്ലോലി. ഇനി മടിയനാകരുത് എന്ന് പറയണം. മടി എന്ന് പറയാൻ ലേസി. അപ്പം മടിയനാകരുത് എന്ന് പറയാൻ ഡോണ്ട് ബി ലേസി. ഡോണ്ട് ബി ലേസി എന്ന് പറഞ്ഞാൽ മടിയനാകരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നിനക്ക് വയ്യായോ അല്ലെങ്കിൽ നിനക്ക് അസുഖമാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ യു സിക്ക്? ആർ യു സിക്ക്? സിക്ക് എന്ന് പറഞ്ഞാൽ വയ്യായിക എന്നുള്ള മീനിങ് ആണ്. സോ നിനക്ക് വയ്യായികയാണോ അല്ലെങ്കിൽ നിനക്ക് അസുഖമാണോ എന്ന് ചോദിക്കാനാണ് ആർ യു സിക്ക്. അത് എൻ്റേതാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ദാറ്റ്സ് മൈൻ. ദാറ്റ്സ് മൈൻ. മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നാണ്. അപ്പോൾ അത് എൻ്റേതാണ് എന്ന് പറയാൻ ദാറ്റ്സ് മൈൻ. അടുത്തത്, സ്വിച്ചിൽ തൊടരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡോണ്ട് ടച്ച് ദ സ്വിച്ച്. ഡോണ്ട് ടച്ച് ദ സ്വിച്ച്. ടച്ച് എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ്. സോ ഡോണ്ട് ടച്ച് ദ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വിച്ചിൽ തൊടരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നിൻ്റെ സാധനങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളോട് പറയത്തില്ലേ പേനയും പെൻസിലും ഒന്നും കളയരുത്. അതായത് നിൻ്റെ സാധനങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നെങ്ങനെ പറയും? ഡോണ്ട് ലൂസ് യുവർ തിങ്സ്. ഡോണ്ട് ലൂസ് യുവർ തിങ്സ്. ലൂസ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുക എന്നാണ് മീനിങ്. സോ ഡോണ്ട് ലൂസ് യുവർ തിങ്സ് എന്ന് പറഞ്ഞാൽ നിൻ്റെ സാധനങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് മീനിങ്. തിങ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. നിൻ്റെ കൈ ഒന്ന് കാണിച്ച് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഷോ മീ യുവർ ഹാൻഡ്. ഷോ മീ യുവർ ഹാൻഡ്. ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ. സോ നിൻ്റെ കൈ ഒന്ന് കാണിച്ചേ എന്ന് ചോദിക്കാനാണ് ഷോ മീ യുവർ ഹാൻഡ്. ഇനി അടുത്തത്, നീ അത്താഴം കഴിച്ചോ? കഴിച്ചോ എന്നാണ്. സോ ഡിഡ് വരും. ഡിഡ് യു ഹാവ് ഡിന്നർ? ഡിഡ് യു ഹാവ് ഡിന്നർ എന്ന് പറഞ്ഞാൽ നീ അത്താഴം കഴിച്ചോ എന്നാണ്. ഡിന്നർ എന്ന് പറഞ്ഞാൽ അത്താഴം. ഇനി അടുത്തത്, നിൻ്റെ ഷൂലേസസ് കെട്ടുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ടൈ യുവർ ഷൂലേസസ്. ടൈ യുവർ ഷൂലേസസ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഷൂലേസസ് കെട്ടുക എന്നാണ് മീനിങ്. ടൈ എന്ന് പറഞ്ഞാൽ കെട്ടുക. ഇനി കുട്ടികൾ വീണ് പരുക്കൊക്കെ പറ്റുമ്പം നമ്മൾ ചോദിക്കത്തില്ല നിനക്ക് എങ്ങനെയാണ് പരുക്ക് പറ്റിയത്? അതെങ്ങനെ ചോദിക്കും? ഹൗ ഡിഡ് യു ഗെറ്റ് ഹേർട്ട്? ഹൗ ഡിഡ് യു ഗെറ്റ് ഹേർട്ട്? ഗെറ്റ് ഹേർട്ട് എന്ന് പറഞ്ഞാൽ പരുക്ക് പറ്റുക എന്നാണ്. സോ എങ്ങനെയാണ് നിനക്ക് പരുക്ക് പറ്റിയത് എന്ന് ചോദിക്കാനാണ് ഹൗ ഡിഡ് യു ഗെറ്റ് ഹേർട്ട്. പിന്നെ രാത്രിയിൽ പുറത്തിറങ്ങുകയൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികളോട് പറയത്തില്ലേ ഇരുട്ടത്ത് വെളിയിൽ പോകരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് ഗോ ഔട്ട് ഇൻ ദ ഡാർക്ക്. ഡോണ്ട്
ഗോ ഔട്ട് ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് വെളിയിൽ പോകരുത് എന്നാണ്. ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത്. സോ ഇരുട്ടത്ത് വെളിയിൽ പോകരുത് എന്ന് പറയാനാണ് ഡോണ്ട് ഗോ ഔട്ട് ഇൻ ദ ഡാർക്ക്. ഇനി അടുത്തത് ഒന്നുമില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? നത്തിങ്, നത്തിങ്. ഇനി അടുത്തത് വേഗം ഇവിടെ വരൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? കം ഹിയർ ഫാസ്റ്റ്, കം ഹിയർ ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗം. അപ്പം വേഗം ഇവിടെ വരൂ എന്ന് പറയാനാണ് കം ഹിയർ ഫാസ്റ്റ്. ഇനി അടുത്തത് സ്കൂളിൽ പോകാൻ റെഡിയാകൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ഗെറ്റ് റെഡി ഫോർ സ്കൂൾ, ഗെറ്റ് റെഡി ഫോർ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ റെഡിയാകൂ എന്നാണ് മീനിങ്. ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. ഇനി പോയി പഠിക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ഗോ ആൻഡ് സ്റ്റഡി, ഗോ ആൻഡ് സ്റ്റഡി. സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക. അപ്പം പോയി പഠിക്കൂ എന്ന് പറയാനാണ് ഗോ ആൻഡ് സ്റ്റഡി. ഇനി തണുത്ത വെള്ളം കുടിക്കരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ, ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം, ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക. സോ തണുത്ത വെള്ളം കുടിക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. ഇനി അടുത്തത് നീ അത് വെച്ചോളൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? കീപ്പ് ഇറ്റ് വിത്ത് യു, കീപ്പ് ഇറ്റ് വിത്ത് യു എന്ന് പറഞ്ഞാൽ നീ തന്നെ അത് വെച്ചോളൂ എന്നാണ് മീനിങ്. കീപ്പ് ഇറ്റ് വിത്ത് യു. ഇനി വീണ്ടും ശ്രമിക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ട്രൈ അഗെയിൻ, ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ശ്രമിക്കൂ എന്നാണ്. ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. സോ വീണ്ടും ശ്രമിക്കുക എന്നെങ്ങനെ പറയും? ട്രൈ അഗെയിൻ. ഇനി എൻ്റെ അടുത്ത് വരൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? കം നിയർ മീ, കം നിയർ മീ. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. സോ എൻ്റെ അടുത്ത് വരൂ എന്നെങ്ങനെ പറയും? കം നിയർ മീ. പിന്നെ ഉറക്കം ഉണരൂ എന്ന് നമ്മൾ പറയത്തില്ലേ? ഉണരൂ എന്ന് പറയാൻ വേക്കപ്പ്, വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണരൂ എന്നാണ് മീനിങ്. ഇനി എഴുന്നേൽക്കൂ എന്നാണ് പറയേണ്ടതെങ്കിലോ ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാണ്. സോ എഴുന്നേൽക്കൂ എന്ന് പറയാൻ ഗെറ്റ് അപ്പ്. ഇനി അടുത്തത് നിങ്ങളുടെ പുസ്തകങ്ങൾ ബാഗിനുള്ളിൽ ഇടുക. അതെങ്ങനെ പറയും? പുട്ട് യുവർ ബുക്സ് ഇൻ ദ ബാഗ്, പുട്ട് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. ഇൻ ദ ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗിനുള്ളിൽ എന്നാണ്. സോ നിൻ്റെ ബുക്കുകൾ ബാഗിനുള്ളിൽ ഇടുക എന്ന് പറയാനാണ് പുട്ട് യുവർ ബുക്സ് ഇൻ ദ ബാഗ്. ഇനി അടുത്തത് നീ എന്താണ് കഴിച്ചത്? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡിഡ് യു ഈറ്റ്, വാട്ട് ഡിഡ് യു ഈറ്റ് എന്ന് പറഞ്ഞാൽ നീ എന്താണ് കഴിച്ചത് എന്നാണ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക. സോ വാട്ട് ഡിഡ് യു ഈറ്റ് എന്ന് പറഞ്ഞാൽ നീ എന്താണ് കഴിച്ചത്. ഇനി അടുത്തത് പോയി കുളിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഗോ ആൻഡ് ടേക്ക് എ ബാത്ത്, ഗോ ആൻഡ് ടേക്ക് എ ബാത്ത് എന്ന് പറഞ്ഞാൽ പോയി കുളിക്കുക എന്നാണ്. കുളിക്കുക എന്ന് പറയാൻ ടേക്ക് എ ബാത്ത് എന്നാണ് പറയുന്നത്. സോ പോയി കുളിക്കുക എന്ന് പറയാൻ ഗോ ആൻഡ് ടേക്ക് എ ബാത്ത്. അടുത്തത് സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ബി ഹാപ്പി, ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ഇരിക്കുക എന്നാണ്. ബി ഹാപ്പി. ഇനി അടുത്തത് നീ ആദ്യം നിൻ്റെ ഹോംവർക്ക് ചെയ്യ്, അത് കഴിഞ്ഞിട്ട് ടി വി കാണാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡു യുവർ ഹോംവർക്ക് ഫസ്റ്റ്, ദെൻ യു ക്യാൻ വാച്ച് ടി വി. ഡു യുവർ ഹോംവർക്ക് ഫസ്റ്റ്, ദെൻ യു ക്യാൻ വാച്ച് ടി വി. ഡു യുവർ ഹോംവർക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ ആദ്യം ഹോംവർക്ക് ചെയ്യുക എന്നാണ്. ദെൻ യു ക്യാൻ വാച്ച് ടി വി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നിനക്ക് ടി വി കാണാം എന്നാണ്. ഡു യുവർ ഹോംവർക്ക് ഫസ്റ്റ്, ദെൻ യു ക്യാൻ വാച്ച് ടി വി. പിന്നെ നമ്മൾ കുട്ടികളോടൊക്കെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പറയത്തില്ലേ, നല്ല കുട്ടികൾ എന്നും പഠിക്കുന്നു. അതെങ്ങനെ പറയും? ഗുഡ് കിഡ്സ് സ്റ്റഡി ഡെയിലി, ഗുഡ് കിഡ്സ് സ്റ്റഡി ഡെയിലി. ഗുഡ് കിഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികൾ എന്നാണ്. സ്റ്റഡി ഡെയിലി എന്ന് പറഞ്ഞാൽ എന്നും പഠിക്കുന്നു എന്നാണ്. ഡെയിലി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. സോ ഗുഡ് കിഡ്സ് സ്റ്റഡി ഡെയിലി. ഇനി അടുത്തത് നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ആർ യു ഫീലിംഗ് സ്ലീപ്പി, ആർ യു ഫീലിംഗ് സ്ലീപ്പി. ഫീലിംഗ് സ്ലീപ്പി എന്ന് പറഞ്ഞാൽ ഉറക്കം വരിക എന്നാണ്. അപ്പോൾ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ആർ യു ഫീലിംഗ് സ്ലീപ്പി. പിന്നെ കുട്ടികളോടൊക്കെ നമ്മൾ പറയത്തില്ലേ, തുമ്മുമ്പോൾ വായ പൊത്തുക അല്ലെങ്കിൽ മൂടുക. അതെങ്ങനെ പറയും? കവർ യുവർ മൗത്ത് വൈൽ സ്നീസിങ്, കവർ യുവർ മൗത്ത് വൈൽ സ്നീസിങ്. വൈൽ സ്നീസിങ് എന്ന് പറഞ്ഞാൽ തുമ്മുമ്പോൾ എന്നുള്ള മീനിങ് ആണ്. കവർ യുവർ മൗത്ത് എന്ന് പറഞ്ഞാൽ വായ മൂടുക എന്നുള്ളതാണ്. അപ്പം കവർ യുവർ മൗത്ത് വൈൽ സ്നീസിങ്.
സോ നമ്മുടെ ഡെയിലി ലൈഫിൽ കുഞ്ഞു കുട്ടികളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.